സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് തൊട്ടടുത്ത് തൃശ്ശൂർ സിറ്റി പോലീസിലൊരു പെവിലിയനുണ്ട്. നമ്മളവിടെ അവിചാരിതമായി വന്നപ്പോൾ ഒരു കൂട്ടം കലാകാരന്മാരെ കണ്ടു. അപ്പോൾ അത്തരത്തിലൊരു കലാകാരനെയാണ്, അതായത് കാക്കിക്കുള്ളിലെ കലാകാരനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ സാറിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. സാറിൻ്റെ കലാപരിപാടി അതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, അതെന്താണെന്നും കൂടി സാറിനോട് ചോദിക്കാം. സാറേ, അപ്പോൾ നമുക്ക് സാറിനെ സ്വയം പരിചയപ്പെടുത്തി തുടങ്ങാം. എൻ്റെ പേര് അനീഷ് എന്നാണ്. തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ്. ഇത് തൃശ്ശൂർ സിറ്റിയുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഒന്നാം വേദിക്ക് മുന്നിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലഹരി അവബോധം നല്ല കാര്യം. നമുക്ക് പക്ഷേ സാറിൻ്റെ കലാപരിപാടി, സാറിൻ്റെ ആ കഴിവ് കൂടി നമുക്കൊന്ന് കാണണ്ടേ, അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് അതിലേക്കൊന്ന് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇത് മിറർ ഇമേജ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ പരിപാടിയാണ്. ഇത് അധികമാരും അങ്ങനെ ചെയ്ത് പരിശീലിച്ചിട്ടില്ലാത്തൊരു സംവിധാനമാണ്. നമുക്കെല്ലാവർക്കും കഴിയുന്നതാണ്, പക്ഷേ അധികമാരും അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തതാണ്. മിറർ ഇമേജ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും എല്ലാം സാധാരണഗതിയിൽ നമ്മൾ വലത്ത് നിന്ന് നേരെ ഇടത്തേക്കാണ് എഴുതുന്നത്. ഇത് അറബിക് സ്റ്റൈലിൽ നേരെ വലത്ത് നിന്നും ഇടത്തേക്ക് തിരിച്ചെഴുതും. വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നേരെ മിററിൽ കാണിച്ചോ അല്ലെങ്കിൽ ഈ എഴുതുന്ന പേപ്പറിൻ്റെ പിന്നിൽ കൂടി കാണിച്ച് മാത്രമേ ഇത് വായിക്കാൻ കഴിയുന്നുള്ളൂ. എപ്പോൾ തൊട്ടാണ് പരിശീലിച്ച് തുടങ്ങിയത്? എങ്ങനെയാണ് മാസ്റ്റർ ആയത്? ഇത് ഏകദേശം ഒരു 10 ഡിഗ്രിക്ക് പഠിക്കുന്നതിന് മുന്നേ മുതലേ ഇത് പരിശീലിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്ന് പറയുന്ന സത്യാന്വേഷണ പരീക്ഷണങ്ങൾ 127 ദിവസം കൊണ്ട് തിരിച്ചെഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം 2011-12 ആ സമയങ്ങളിലായിട്ട് മഹാഭാരതം എൻ്റെ ബുക്ക് അത് പൂർണ്ണമായിട്ടും തിരികെ എഴുതി ഏകദേശം 5.5 ലക്ഷം ശ്ലോകങ്ങൾ പൂർണ്ണമായിട്ടും 7 മാസം കൊണ്ട് പൂർത്തിയാക്കി 4 ഏജൻസികളുടെ വിവിധ ലോക റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. പോലീസിൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം നേടിയിട്ടുള്ളത് തന്നെ. പോലീസിന് ചേർന്ന ശേഷവും ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചാൽ എന്താ പറയുക? സമയം കണ്ടെത്താൻ പറ്റുന്നവർക്ക് സമയമുണ്ട്, ഇല്ലാത്തവർക്ക് സമയം കിട്ടില്ല. ഇത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണോ ഈ സംഭവം? വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ കുഞ്ഞുകാലം മുതൽ അക്ഷരം എഴുതി ശീലിക്കുന്നവർക്ക് അതുപോലെ തന്നെ നേരെ തിരിച്ചു എഴുതാൻ കഴിയും. പക്ഷേ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് 1-2 ദിവസം കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. മാത്രമല്ല സാറേ, പിന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ പാടൊക്കെ ഇങ്ങനെ മിറർ റൈറ്റിംഗ്, റിവേഴ്സ് റൈറ്റിങ്ങിലൊക്കെ എഴുതുകയാണെങ്കിൽ അതിനുള്ളൊരു സമയം, അതിന് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട്, അതൊക്കെ ഭയങ്കര വലുതല്ലേ? അത് വളരെ വലുതാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, മഹാഭാരതം പോലുള്ളൊരു എത്തിക്സ് ആയിട്ടുള്ളൊരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചെടുക്കുന്നതിന് തന്നെ വളരെ സമയം എടുക്കുന്നതാണ്. അത് ഒരു ദിവസം 20-25 പേജുകളാണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അത് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വെച്ചുകൊണ്ട് അത് ഏജൻസികളെ കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടി വരുന്നത്. വായിച്ച സംസ്കൃതത്തിൻ്റെ ഒരു മലയാളം വെർഷൻ കൂടിയാണത്. സംസ്കൃതത്തിൻ്റെയും കൂടെ ഇടപഴകിയ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ അത് വായിച്ചെടുക്കുന്നതിന് നമുക്ക് ശ്രമകരമാണ്. അത് അതുപോലെ തന്നെ നമ്മൾ പകർത്തി എഴുതണം. അത് എഴുതിയ സാധനം നമ്മൾ ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ നമുക്ക് കണ്ടെത്താനും കഴിയും. അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധയോടു കൂടി മാത്രമേ നമുക്കത് ചെയ്യാനും കഴിയുമായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ അനീസ് സാറുടെ ഒരു പരിപാടി, അതായത് റിവേഴ്സ് റൈറ്റിംഗ്. മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞു സമയമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ പല ജോലികളൊക്കെ ചെയ്ത് നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ പോലീസ് സേനയിൽ ഇരുന്നു കൊണ്ടാണ് സാറ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞത്, സമയമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ അനീസ് സാറിന് ഒരു വലിയ കൈയടി കേട്ടോ. അപ്പോൾ നമുക്ക് കലോത്സവ വേദിക്ക് മുൻപിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സുധിക്കൊപ്പം GR വെങ്കടേശ്വരൻ ഇൻ റിപ്പോർട്ടർ.